ഈ നാരക 2 ദിവസം മുന്നേ പറിച്ച നാരങ്ങ. ഇതിലായിട്ട് ഞാൻ നാരങ്ങ തിന്നിട്ടില്ല, ഒറ്റയ്ക്ക് തിന്നാണ്ട് വിചാരിച്ചിട്ടേ. ഇന്ന് ഇവനും ഉണ്ട്, പിന്നെ മേലത്തെ അച്ഛനെ നമുക്ക് വിളിച്ചോണ്ടിരാം കേട്ടോ. അവന്റെ വീട്ടിൽ പോയിട്ട് വരാം, മേലെ പോയിട്ട് വരാം. ആ വെള്ളമുളക് പറിച്ചിട്ട് വരാം. ചെരുപ്പൊക്കെ തന്നെയുണ്ട്. ചാറ്റലിനാണോ അതോ വെള്ളം ദേവിയാണോ ഒന്നും അറിയില്ല. എങ്ങോട്ടരാ? കളി കാണാൻ പോണ്. ബാക്കിലുള്ള സ്റ്റെപ്പ് കയറി ഇവിടെ എത്തിയപ്പോ ചെറുതായിട്ട് ഇങ്ങനെ കതിക്ക. എന്താ ഇതിങ്ങനെ? മത്തന്റെ വരട്ടെ, അവനെ നോക്കിക്ക. ഉറങ്ങി എണീറ്റില്ല പോട്ടെ. എന്താ കുരിശൊക്കെ. ഇന്നലത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യാണ്ട് ഞാൻ രാവിലെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ രാവിലെ നേരത്തെ എണീറ്റില്ല. അപ്പോൾ ഒരു 2 റൗണ്ട് കളിച്ചിട്ട് വേഗം വരാന്നിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്ക്. നാരങ്ങ പീസാക്കണം. അച്ചോ താഴെ നാരങ്ങ ഉണ്ട്. കുറച്ച് ഗെയിം കളിച്ച് കഴിഞ്ഞ് തല്ലൊന്നും തിരിച്ചു നോക്കുമ്പോണ്ട് ഒരു കവറിൽ ഫുള്ളും വാങ്ങാം. ഇവിടുത്തെ വൈത്തോ രണ്ടിലും വാങ്ങാ. നീ താഴേക്ക് വരണില്ലേ? മഴയില്ലല്ലോ അപ്പൊ. കാർമേഘ നോക്ക് ആകാശത്ത്. ഉണങ്ങിയതോ ഉണങ്ങാത്തയോ? അധികം കളറില്ലേലും നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇത് സ്പെഷ്യല് ജ്യൂസ് അടിക്കുന്ന ടൈപ്പ് വാങ്ങി പോകുന്നത് അല്ലേ. താഴെ വീട്ടിൽ പോട്ടെ. എഡിറ്റ് ചെയ്യാണ്ട് ഗെയിം കളിച്ചിരുന്നാൽ അതൊന്നും നടക്കും തോന്നുന്നില്ല. സമയം 1 മണി കഴിഞ്ഞിരിക്കണ്. നമുക്ക് വൈകുന്നേരം ആ നാരങ്ങ മുറിക്കാല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. വേമ്പാ അച്ഛൻ്റെ ചാർജർ എടുക്കാൻ പോകുന്ന. എൻ്റെ സി ടൈപ്പ് അല്ല, ഹെഡ്സെറ്റ് എടുത്ത് കൊണ്ടുവന്നത്. ഹെഡ്സെറ്റ് അല്ല, അതിൻ്റെ പേരെന്തോ അതന്നെ. എന്ത് പേൻ്റെടാ? ജീൻസിൻ്റെ അല്ലല്ല. ഇപ്പൊ നിന്റെ വ്ളോഗ് എന്തായി? വ്യൂസ് എത്ര നിൻ്റെതായി നോക്കിയോ? 300. ഇവരാണെങ്കിൽ ഇവൻ്റെ മൊബൈലിൽ 100-150 ലോക്ക് ഇട്ട് വെച്ചിട്ട് കണ്ണ് ആപ്പിലും വല്ലത്തിലും ലോക്കും. എന്താ മോനെ, എൻ്റെ എന്നിട്ട് 100ൻ്റെ മേലേക്ക് പോകണില്ല അച്ചു. എന്താ ചെയ്യുക? അതിൻ്റെ മുടി കണ്ടിട്ട് വരുന്ന ആൾക്കാരാ. നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ. എഡിറ്റിങ് ചെയ്യണം, ഗെയിമും കളിക്കണമെന്നുണ്ട്. എന്താ ചെയ്യുക? മുളക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, മറന്ന്. ഞാൻ പോയിട്ട് വേഗം പോയി പറിച്ചിട്ട് വരാം. ഞാൻ അവിടെ പോയിട്ട് ഗെയിം കളിച്ചിരുന്നു. അപ്പം വേഗം വരണം വിചാരിച്ച്. എഡിറ്റ് ചെയ്യാനുള്ള വല്ലോ ചെയ്ത് കഴിഞ്ഞ് കളിക്കാൻ പോട്ടെ. കളിക്കാല്ലേ? വാ, ഞാൻ കളിക്കാം. ഞാനതാ ഇവിടുത്തെ ഗ്രൗണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് 2-3 റൗണ്ട് കളിച്ചിട്ട് വരാം. എടാ ബോൾ എടുത്തോ. രാവിലെ ആരെ കളിച്ചേ? ആരെ മുട്ടടിച്ചില്ലല്ലോ. ബോൾ കണ്ടി ചെയ്തോ? ബോളിനാണ്, ബോളും കാണുന്നില്ല. ആര് കളിച്ചെന്നും അറിയില്ല. രാവിലെ എടുത്തെന്ന് പറഞ്ഞ് ഉണ്ണിയ പറഞ്ഞു രാജ എടുത്തെന്ന്. എന്നിട്ട് കാണുന്നില്ല. മുടി ബാക്ക് കെട്ടി വെച്ചേ. കെട്ടാ ഉണ്ടായില്ലേ ഉണ്ണി ബാബ? മലയ്ക്ക് സാധനം മേടിച്ചു കൊടുക്കാൻ. എടാ ഉണ്ണി ബോൾ എവിടെയാ വെച്ചത്? ഈ രാജ കളിച്ചിട്ട്. അമ്മ ഞാൻ പോയിട്ട് വരാം. അത് ഇറക്കിയിരുന്ന ആ ബോള് കാണുന്നില്ല. രാവിലെ ആരും എടുത്തെന്ന് അറിയില്ല, എന്താ അറിയില്ല, എനിക്കറിയില്ല ആരാ കളിച്ചത്. ഞാൻ 11 മണ്ട. ഞാൻ വിളിച്ചിട്ടല്ല, നീ എണീറ്റ്. ഇതുകൊണ്ട് കളിച്ചിട്ട് വേഗം വരാം നമുക്ക്. എന്നിട്ട് നാരങ്ങ ഇതാക്കണ്ടേ? അത് മറന്ന് അവിടെ കൊണ്ടുപോകണത്. വീട്ടിൽ നിന്നാ വന്നിട്ട് ജിമ്മി എത്ര ദിവസമായി അറിയാം കാണാതായിട്ട്? 2 ആഴ്ച കഴിഞ്ഞ്. കാപ്പംകൊല്ലിയല്ല, ചെമ്പോത്ര ഉണ്ടായിരുന്നു. ആ മണ്ടമാൻ്റെ പേരൊക്കെ വരയ്ക്കണ് പച്ച. എനിക്ക് വേണ്ട. എന്തോ പേര് പറഞ്ഞ് വായിൽ കിട്ടാത്ത എന്തോ ഒരു പേര്. മുട്ടൻ്റെ മൂക്കത്തെ കുരു കണ്ടിട്ട് ഇത് നല്ല കുരുവാണല്ലോ, പ്രേമക്കുരു ആണല്ലോ. ആടെ പ്രേമക്കുരു. എന്നെ 5 പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്. നല്ല ആയിട്ടില്ലേ അച്ചു? നല്ല ആയിട്ടില്ലേ? എനിക്ക് നിന്റെ മുടി പറഞ്ഞാൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് കാറ്റുള്ള കാര്യം കേട്ടാ. ഉണ്ണിബാബ ബോൾ കൊണ്ട് പോയതിനത്. കളിക്കട്ടെ. 20% ചാർജ് ആയിക്കണ്. ഞാൻ കുറേ ഗോൾ അടിക്കും നോക്കിക്കോ. ഞാനെനിക്ക് വലിയ ഹാട്രിക്ക്. ഞാനല്ല, ഹാട്രിക്ക് അടിക്കോ നോക്കിക്കോ. നോക്കില്ല, ചാർജില്ല. ഞാൻ കുത്തിയാട്ടെ. എന്തൊക്കെ പറയുന്നു? ചാർജില്ല, ഞാൻ കുത്തിയാക്കട്ടെ. ചാർജില്ല, മൊബൈൽ ഓഫ് ചെയ്യാവട്ടെ. കുറേ നേരം ടീമുണ്ട് കളിച്ച്. അതിൽ ഞങ്ങളുടെ ടീം 5, പിന്നെ ഇവരുടെ ടീം 5 ഗോൾ അടിച്ച്. മുട്ട പോയിക്കണം വീട്ടിൽ. സാധനം എന്താ കൊടുക്കാണ്ടിരുന്നു. പോയിട്ട് എയർപോർട്ട് എനിക്ക് ഇത് അത് കയറാൻ തോന്നുന്നില്ല.
കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുളിക്കണം. ഈ അച്ഛൻ്റെ ചടി കുന്തിയിട്ടില്ല, പുറം മൊത്തം ചടിയാ, വേർത്തിട്ട് അത് പിന്നെയും ചടി കഴിക്കണം. അയ്യോ മടുത്തേ ക്ഷീണം പിടിച്ചാകെ ഉറക്കം വരിക. എന്താ അറിയില്ല, കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഗെയിം കളിച്ചിരിക്കട്ടെ, ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങട്ടെ. ഞാനിവിടുത്തെ കുരു എനിക്ക് പൊട്ടിക്കാൻ വേണ്ടിന്നാ 2 എണ്ണം പൊട്ടുകയും ചെയ്ത്, അതാണെങ്കിൽ വീർത്ത് വലുതാവുകയും ചെയ്ത്. മൂക്കിൻ്റെ ഷേപ്പാകെ മാറിയിരിക്കണം, തൊടുമ്പോൾ ഭയങ്കര ടൈറ്റ്, വേദന കുറഞ്ഞിപ്പോൾ. ഇനി ഇത് മാറിയില്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ തന്നെയാവും. ഇതെന്താ എങ്ങനെ കുരു വരുന്നത്? പ്രേമക്കുരു. ഇതെന്നെ മുട്ടയും വൈകുന്നേരം പറഞ്ഞു. അയ്യോ ഞാൻ വെളുത്തമ്മ. അമ്മ വന്നപ്പോ കുറച്ച് ഇരുടായി. അമ്മ പോയിപ്പോ വെളുത്തുകാര്. അമ്മ വന്നപ്പോ ഇരുടാ. അമ്മ അതാ ഇപ്പൊ അച്ഛൻ വന്നിക്കണം, എല്ലാരും വന്നിക്കണം. ഈ നാരങ്ങ ഇപ്പൊ പീസാക്കണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാ, നാളെ പുലർച്ചയ്ക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പീസാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാല്ലേ. ബൈ പറഞ്ഞിട്ട് അച്ചു ക്യാമറയിൽ നിന്ന് പൊത്തിക്ക. ബൈ പറഞ്ഞ നാരങ്ങ പീസാക്കിയാലോ. നാരങ്ങ ഉണ്ട്, ആഹാ തിന്നുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ചോറ് കഴിച്ചിട്ടേ ഉള്ളൂ. എന്താ ചെയ്യാ, കുറച്ച് തിന്നാ, 2-3 പീസ് തിന്നാ. കുറെ മുളക് പൊടി ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതാ ഈ നാരങ്ങ ഇന്നലെ തിന്നാൻ വേണ്ടി തിന്നാ, പക്ഷെ ഇന്നലെ തിന്നാൻ തോന്നിയില്ല എനിക്ക്. ഇവിടെ നിന്ന് കുടിക്കണ്ട, പുറത്തുനിന്ന് കുടിക്കാം. മഴ വേണ്ടേ ജിമ്മിക്ക്, ഒന്നുമല്ല. ജിമ്മി ആ ചോറ് കഴിക്കണം. എങ്ങനെ മുറിക്കും അത്? ജിമ്മി നോ ബ്രോ, യോ എന്താ മേത്ത് കയറിയല്ലേ, മാന്തി വരച്ചിട്ടേരും. രണ്ട് പുളി അധികം ഇല്ലാട്ടോ, പുളി ചെറുതായിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പൈസ വരും, പൈസ അകത്ത് കൊടുക്കാം. ഏതാ വേണ്ടേ? ഇത് മെല്ലെ അടുക്കള കൊണ്ടുവച്ച് അമ്മയ്ക്ക് കൊടുക്കും. അമ്മ വീതിച്ച് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടിയാൽ ഒരാൾ മൊത്തം കൊണ്ട് എടുക്കും. മൊത്തം എടുക്കുമെന്ന് വെച്ചാൽ എന്നാലും ഇതൊക്കെ കളയണല്ലോ. ഇട്ടിട്ട് കയ്യോ മതിയോ? ഇട്ടിട്ട് ഏയ് ഉണ്ണി കണ്ണിയാൻ തരും. എന്തോ ഇവിടെ ചളി ഇവിടെ. അതിന് ഉപ്പ് കൂടുതലാടാ, മുളകില്ല. എന്നിട്ട് അങ്ങോട്ട് ഇട്ട് മൊത്തം ഇവനെ കൊണ്ടാണല്ലോ. മുളകുപൊടി കുറച്ച് കുറവ് വേണ്ട, എന്നാലും ഈ എരിവൊക്കെ മതി. അധികം എരിവ് ഇട്ടാലും കുറച്ച് ബോറായിരിക്കും, പിന്നെ കുറച്ച് എരിവ് ഇട്ടാലും അതും ബോറായിരിക്കും. പിന്നെന്ത് ചെയ്യാനാ. അത് തന്നെ ഇപ്പൊ വയറിൽ എന്തൊക്കെയോ ആവണ്. ഇപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നാരങ്ങ കിട്ടില്ല തന്നെ ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്തൊക്കെ. ഓക്കെ, എന്താ അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ.